നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനാ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഭൂമിയിലെ മനുഷ്യർ ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ അത് എതിർക്കാൻ നമ്മൾ ആരാണ്? സ്നേഹമുള്ള ലുമിനസ് റേഡിയോ ശ്രോതാക്കളെ, ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ വർഗീസ് ജോസഫ്, തിരുവനന്തപുരം അതിരൂപത അംഗമാണ്. വൈദികനായിട്ട് ഇത് 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ തിരുവനന്തപുരം അതിരൂപത മൈനസ് സെമിനാരി പ്രീഫെക്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. നാം ഒരുമിച്ച് ഇന്നു മുതൽ ഈ വചനവിചിന്തന ധ്യാനത്തിലേക്ക് കൈകോർക്കുകയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ കരം പിടിച്ചു പോയതുപോലെ നമുക്കും ഈ യാത്ര തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം ആരാണ് നല്ല അയൽക്കാരൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യേശുനാഥൻ പറയുന്ന നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ആരാണ് നല്ല സമരിയാക്കാരൻ? ആരാണ് നല്ല അയൽക്കാരൻ? ഈ 2 ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായ ഉത്തരമാണ് ഇന്ന് നാം കണ്ടെത്തുന്നത്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര നിറഞ്ഞ ഇടം ഇന്നും ഏറ്റവും അപകടം നിറഞ്ഞ ഇടമായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം വഴികളൊക്കെ എല്ലായ്പ്പോഴും കൊള്ളസംഘത്തിൻ്റെ തീർപ്പ് ഒളിഞ്ഞിടപ്പുണ്ട്. മനുഷ്യർ അത്ര നല്ല രീതിയിൽ ഇന്നും അന്നും സുഖമായി യാത്ര ചെയ്യാൻ ആ വഴിയിലൂടെ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇതിലൂടെ യാത്ര ചെയ്തു? അങ്ങനെ ഒരു അപകടം പിടിച്ച സാധ്യതയിലൂടെയാണ് താൻ യാത്ര ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ വഴി അയാൾ തിരഞ്ഞെടുത്തു? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ഇതൊരു സാധ്യതയാണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്ര അത് ഓരോ മനുഷ്യനും കടന്നു പോകുന്ന പാത എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മളെല്ലാവരും അങ്ങനെ ഒരു യാത്രയിലാണ്. ജനനം മുതൽ മരണം വരെ എല്ലായ്പ്പോഴും സന്തോഷത്തോടെയൊന്നും ആരും യാത്ര ചെയ്യില്ലല്ലോ. ദുഃഖത്തിൻ്റെയും അപകടത്തിൻ്റെയും വേദനയുടെയും ഒക്കെ വഴികൾ മാറി മാറി വരും. പക്ഷെ ആ വഴിയിലൂടെയൊക്കെ നമ്മളൊക്കെ സഞ്ചരിച്ച് തന്നെ തീർക്കണം. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേറെ വഴിയില്ല. ചിലപ്പോൾ ബോധപൂർവമാണെങ്കിലും നമ്മളൊക്കെ തെറ്റിൻ്റെ പാതയിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത ആ മനുഷ്യൻ തിരഞ്ഞെടുത്തതുപോലെ നമ്മളും തിരഞ്ഞെടുക്കുന്നുണ്ട്. എവിടേക്കോ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ട്. രക്ഷിക്കാനായി പലരും അതുവഴി കടന്നു പോകുമ്പോഴും ആരും അത് ഗൗനിക്കാതെ കടന്നുപോയി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരാൾക്ക് മാത്രം അവനോട് അനുകമ്പ തോന്നി. അത് നല്ല സമരിയാക്കാരനാണ്. എന്തുകൊണ്ടാണ് അയാളുടെ പേരിനെ നല്ല സമരിയാക്കാരൻ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്? കാരണം അയാളുടെ പേരവിടെ രേഖപ്പെടുത്താത്തതിന് ഒരു ഉദ്ദേശം കൂടി ക്രിസ്തുവിനുണ്ടായിരുന്നു. നല്ല സമരിയാക്കാരൻ എന്ന് പറയുന്നതിലൂടെ, പേര് വെളിപ്പെടുത്താത്തതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആ സാധ്യത എല്ലാ കാലത്തേക്കുമായി ക്രിസ്തു ആ വാതിൽ തുറന്നിട്ടു. ഇനി നല്ല സമരിയാക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ പേരും അവിടെ എഴുതപ്പെടാമല്ലോ. അതുകൊണ്ട് ക്രിസ്തു എല്ലാവർക്കും സാധ്യത ഉണ്ടാകുവാൻ ആ വാതിൽ അവിടെ തുറന്നിടുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ അപകടത്തിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ നല്ല സമരിയാക്കാരൻ വന്ന് അയാളെ സഹായിക്കുമ്പോൾ അയാളുടെ കരങ്ങളിലെ വീഞ്ഞൊക്കെ വെച്ച് കെട്ടി തൻ്റെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി അയാളെ സത്രത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറയുന്നു, ഇവനെ നോക്കിക്കൊള്ളണം എന്ന് മാത്രമല്ല, ഞാൻ 2 ദനാറ തന്നിട്ട് പോകുന്നു. ഈ 2 ദനാറയ്ക്ക് മാത്രമല്ല, അതിൽ കൂടുതൽ എന്തെങ്കിലും ആയാലും ഇവനെ ശുശ്രൂഷിച്ചു കൊള്ളണം. ഇവനൊരാപത്തുണ്ടാകരുത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവനെ സുരക്ഷിതമായി എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. പിന്നീട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. എത്ര മനോഹരമായ വാക്കുകളാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സമരിയക്കാരനായി ആദ്യം നാം വിശേഷിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെ തന്നെയാണ്. ഈ ക്രിസ്തു ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരെയും ഇങ്ങനെ കരുതലോടെ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് അടിവരയിട്ട് പറയാവുന്ന ഒരു ഉപമയാണ് ഈ നല്ല സമരിയാക്കാരൻ്റെ ഉപമ. നല്ല സമരിയാക്കാരൻ ആരാണെന്ന് പ്രത്യക്ഷത്തിൽ എന്നോട് ചോദിച്ചാൽ അത് ക്രിസ്തുവാണെന്ന് തന്നെ പറയും. അങ്ങനെ ക്രിസ്തു ഓരോ മനുഷ്യരെയും സത്രത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഈ ഏൽപ്പിച്ചിട്ട് പോകുന്ന ക്രിസ്തുവാണെങ്കിൽ ഏൽപ്പിക്കുന്നത് ആരോടാണ്? അത് കൃത്യമായി നമ്മളോടാണ്. ചില മനുഷ്യരേക്ക് ക്രിസ്തുനാഥൻ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, ഇവരെ നോക്കിക്കൊള്ളണം. ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിക്കൊള്ളാം. ദൈവം നമുക്ക് നൽകിയ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ ഭാഗം. ചില മനുഷ്യരൊക്കെ നമ്മളുടെ കൂടെയുണ്ട്. നമ്മുടെ ഭാര്യയായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ഇങ്ങനെ ചില മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. ഇവരെയൊക്കെ കണ്ണും പൂട്ടി നോക്കിക്കൊള്ളാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഇവരെ ഏൽപ്പിച്ചത് ദൈവമാണ്. ഈ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർക്കൊരാപത്ത് സംഭവിക്കാതെ അവരെ ശുശ്രൂഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് സ്വർഗത്തിൻ്റെ ദൗത്യമാണ്.
ആ ദൗത്യം പൂർത്തീകരിക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെ വീണ്ടും ഒരു വരവ് ഞാൻ വരുമെന്ന് ക്രിസ്തുനാഥൻ പറയുന്നുണ്ടെങ്കിൽ അത് രണ്ടാം വരവിൻ്റെ സൂചനയാണ്. ഒരു വിധി ദിവസത്തിൽ ഞാൻ വരുമെന്നും ആ ദിവസത്തിൽ എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്നും എല്ലാം തന്ന് വീട്ടുമെന്നൊക്കെ ഒരു നല്ല സമരിയക്കാരൻ പറഞ്ഞിട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഓരോ മനുഷ്യരെയും ഇതുമാത്രം കരുതലോടെ സൂക്ഷിച്ചുവെന്ന് പിന്നീട് അവൻ വന്ന് ചോദിക്കും. അപ്പോൾ നന്മയുള്ള വാക്കുകൾ പറയാൻ നമുക്ക് ധൈര്യമുണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത് ഭൂമിയിലെ മനുഷ്യരാണ്. സ്വർഗത്തിൽ നമുക്ക് നൽകപ്പെട്ട ചില മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് പൂർത്തീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീഥിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീഥിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി. കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി. കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി. പോയൊരു ഗുരുവരൻ ലേവ്യനും ഉന്നത ശ്രേഷ്ഠരും. മുൻപേ പോയൊരു ഗുരുവരൻ ലേവ്യനും ഉന്നത ശ്രേഷ്ഠരും. കണ്ടു പക്ഷെ കാണാതെ മാറിയകന്നു. പരിപാലിക്കാതെ പോയി മറഞ്ഞു. പക്ഷെ കാണാതെ മാറിയകന്നു. പരിപാലിക്കാതെ പോയി മറഞ്ഞു. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീഥിയിൽ മുറിവേറ്റ തൻ കുലശത്രുവിനെ തോഴനെ പോലവൻ പാലിച്ചു. ദൈവസ്നേഹമിതാണെന്ന്